നിയമസഭയിൽ പ്രതിപക്ഷം അഴിമതി ആരോപണം ഉന്നയിക്കുമ്പോൾ നമ്മൾ എന്താ ധരിക്കുക? സർക്കാരിനെയും മന്ത്രിമാരെയും മുട്ടുകുത്തിക്കാൻ നിഷേധിക്കാനാവാത്ത തെളിവുകളും പഴുതടച്ച വാദങ്ങളുമായി പ്രതിപക്ഷം വരുമെന്നാണ് അല്ലേ? നന്നായി ഗൃഹപാഠം ചെയ്ത് സർക്കാരിനെയും മന്ത്രിമാരെയും മുൾമുനയിൽ അവർ നിർത്തുന്നതും നിർത്തിപ്പൊരിക്കുന്നതും കാണാനാണ് ജനങ്ങളും മാധ്യമങ്ങളും ആഗ്രഹിക്കുക. പ്രതിപക്ഷ നിരയിലെ ഏറ്റവും പരിചയസമ്പന്നൻ തന്നെ ആരോപണവുമായി എത്തുമ്പോൾ സർക്കാർ അങ്ങേയറ്റം പ്രതിസന്ധിയിലാകേണ്ടതാണ്. ബ്രൂവറി ആരോപണം നിയമസഭയിൽ ഉന്നയിച്ചത് സാക്ഷാൽ രമേശ് ചെന്നിത്തല, 2 തവണ മന്ത്രിയും പ്രതിപക്ഷ നേതാവുമായിരുന്ന കോൺഗ്രസിന്റെ അത്യുന്നതൻ. ആരോപണത്തിന്റെ അവസ്ഥ നോക്കൂ. മല പോലെ വന്നത് കരിയിലയായി പറക്കുന്ന കാഴ്ച കാണാം. സർ, ഇനി കേരളത്തിൽ മദ്യനിർമ്മാണ കമ്പനികൾ വേണ്ട എന്ന് തീരുമാനിച്ചത് EK നയനാർ ഗവൺമെന്റ് കാലത്താണ്. സർ, പിന്നീട് വന്ന VS അച്യുതാനന്ദൻ ഗവൺമെന്റ് കേരളത്തിൽ മദ്യശാലകൾ ആരംഭിച്ചില്ല. ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ആരംഭിച്ചില്ല. ചെന്നിത്തലജിയുടെ വാദം കേട്ടാൽ എന്താണ് തോന്നുക? 1999 ശേഷം കേരളത്തിൽ മദ്യനിർമ്മാണ യൂണിറ്റുകൾ ആരംഭിച്ചിട്ടേ ഇല്ലെന്ന് അല്ലേ? ഇനി മുഖ്യമന്ത്രിയുടെ മറുപടി കേൾക്കാം. ഇതിനുശേഷവും കേരളത്തിൽ മദ്യനിർമ്മാണശാലകൾ ആരംഭിച്ചിട്ടുണ്ട്. 2000-ൽ 2 ബ്ലെൻഡിംഗ് ആൻഡ് ബോട്ട്ലിംഗ് പ്ലാന്റുകൾ പ്രവർത്തനം ആരംഭിച്ചു. 2003-ലെ UDF ഭരണകാലത്താണ് തൃശൂരിലെ മലബാർ ബ്രൂവറി ബിയർ നിർമ്മാണം തുടങ്ങിയത്. കേരളത്തിൽ നിലവിൽ 10 ഡിസ്റ്റിലറിയും 8 ബ്ലെൻഡിംഗ് യൂണിറ്റും 2 ബ്രൂവറിയും പ്രവർത്തിക്കുന്നു. 10 ഡിസ്റ്റിലറിയിൽ 7 ആരംഭിച്ചത് കോൺഗ്രസ് ഭാഗമായ സർക്കാരുകൾ ഭരിക്കുമ്പോഴാണ്. ബ്രൂവറി 2 ആരംഭിച്ചത് കോൺഗ്രസ് കാലത്ത്. കേരളത്തിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്ന 10 ഡിസ്റ്റിലറികളിൽ 7 ആരംഭിച്ചത് UDF സർക്കാരിന്റെ കാലത്ത്. 2 ബ്രൂവറികൾ ആരംഭിച്ചതും UDF സർക്കാരിന്റെ കാലത്ത്. ഇത് മറച്ചുവെച്ചാണ് ഉമ്മൻചാണ്ടിയുടെയും AK ആന്റണിയുടെയും കാലത്ത് കേരളത്തിൽ മദ്യനിർമ്മാണശാലകൾ ആരംഭിച്ചിട്ടേ ഇല്ലെന്ന പച്ചക്കള്ളം രമേശ് ജി നിയമസഭയിൽ പറഞ്ഞത്. ആരോപണത്തിന്റെ ഏറ്റവും നിർണായകമായ ബിൽഡപ്പാണ് ചീറ്റിപ്പോയത്. രമേശ് ജിയുടെ അടുത്ത ആരോപണം ഇങ്ങനെ: ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാനില്ലാതെ പുതുശ്ശേരിയിലും എലപ്പുള്ളിയിലും ജനങ്ങൾ കഷ്ടപ്പെടുമ്പോൾ പ്രതിദിനം 5 ലക്ഷം ലിറ്റർ വെള്ളം വേണ്ടി വരുന്ന ഈ പദ്ധതി ആരംഭിക്കാൻ നിങ്ങൾ എങ്ങനെ മുന്നോട്ട് വരുന്നു? പുതുശ്ശേരിയിലും എലപ്പുള്ളിയിലും ഭയങ്കര കുടിവെള്ളക്ഷാമമാണത്രേ. അതുകൊണ്ട് വെള്ളം ആവശ്യമായ പുതിയ വ്യവസായങ്ങൾ കിൻഫ്രയിൽ ആരംഭിക്കാൻ പാടില്ല പോലും. വസ്തുത മുഖ്യമന്ത്രിയുടെ നാവിൽ നിന്ന് കേൾക്കാം. നിലവിൽ കിൻഫ്രയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് മഴവെള്ള സംഭരണി വഴിയും മറ്റ് ജലസ്രോതസ്സുകൾ വഴിയും ലഭിക്കുന്ന ജലം വിതരണം ചെയ്യുന്നുണ്ട്. കിൻഫ്രയിലേക്കുള്ള ലൈനിന് അംഗീകാരം കൊടുത്തത് 2011-16-ലെ ഉമ്മൻചാണ്ടി സർക്കാരായിരുന്നു. പ്രതിദിനം 8 ലക്ഷം ലിറ്റർ വരെയാണ് നൽകുന്നത്. വ്യവസായ സ്ഥാപനങ്ങൾക്ക് ജലം നൽകുന്നത് മഹാപാവമല്ല. കുടിവെള്ളവും ജലസേചനവും ഉറപ്പാക്കി വ്യവസായത്തിനും വെള്ളം കൊടുക്കാം. കിൻഫ്രയിലെ വ്യവസായങ്ങൾക്ക് വെള്ളം ലഭ്യമാക്കാൻ ജല അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ സ്ഥാപിക്കാൻ ഉത്തരവിട്ടത് ഉമ്മൻചാണ്ടിയുടെ സർക്കാർ. ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് പ്രതിദിനം 8 ലക്ഷം ലിറ്റർ വരെ വെള്ളം. എന്ന് വെച്ചാൽ കുടിവെള്ള ആരോപണവും ചീറ്റി. അടുത്തതാണ് യമണ്ടൻ ആരോപണം. ചെന്നിത്തലാജി ചോദിക്കുന്നു, ഈ കമ്പനി എങ്ങനെ തിരഞ്ഞെടുത്തു? ടെൻഡർ വിളിച്ചിട്ടുണ്ടോ? ഈ കമ്പനിയെ നിങ്ങൾ എങ്ങനെ തിരഞ്ഞെടുത്തു? ടെൻഡർ വിളിച്ചിട്ടുണ്ടോ? ഈ അസംബന്ധം പറഞ്ഞു തുടങ്ങിയ നാൾ മുതൽ MP രാജേഷ് ഇതിന് മറുപടി പറയുന്നതാണ്. എന്നിട്ടും ഒരു ഉളുപ്പുമില്ലാതെ മുഖ്യമന്ത്രിയിൽ ഈ ചോദ്യം ചോദിച്ച് മുഖ്യമന്ത്രിയിൽ നിന്ന് വാങ്ങിക്കെട്ടി. കേരളത്തിൽ നിലവിൽ 10 ഡിസ്റ്റിലറിയും 8 ബ്ലെൻഡിംഗ് യൂണിറ്റും 2 ബ്രൂവറിയും പ്രവർത്തിക്കുന്നുണ്ട്. 10 ഡിസ്റ്റിലറിയിൽ 7 ആരംഭിച്ചത് കോൺഗ്രസ് ഭാഗമായ സർക്കാരുകൾ ഭരിക്കുമ്പോഴാണ്. ബ്രൂവറി 2 ആരംഭിച്ചത് കോൺഗ്രസ് കാലത്ത്. ടെൻഡർ വിളിച്ചിട്ടായിരുന്നോ ഇതിലേതെങ്കിലും ആരംഭിച്ചത്? വ്യവസായ നിക്ഷേപങ്ങൾ ടെൻഡർ വിളിച്ചല്ല അനുവദിക്കാറുള്ളത് എന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. നാട്ടിലൊരു വ്യവസായം തുടങ്ങുന്നതിന് എങ്ങനെയാണ് ടെൻഡർ വിളിക്കുക? കേരളത്തിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്ന മദ്യനിർമ്മാണശാലകളിൽ മഹാഭൂരിപക്ഷവും ആരംഭിച്ചത് കോൺഗ്രസ് സർക്കാരുകളുടെ കാലത്ത്. ഒരെണ്ണവും ടെൻഡർ വിളിച്ചല്ല തുടങ്ങിയത്. ആരോപണം ഉയർന്ന നാൾ മുതൽ MP രാജേഷ് ഇക്കാര്യം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. UDF-ൽ ആരും അതിന് വിശദീകരണം നൽകിയിട്ടില്ല, കേട്ട ഭാവം നടിച്ചില്ല. എന്നിട്ടും നിയമസഭയിൽ ഒരു ഉളുപ്പുമില്ലാതെ ഈ അസംബന്ധം എഴുന്നള്ളിച്ചു. അടുത്ത ആരോപണം നോക്കൂ. ജവാൻ നിർമ്മിക്കാൻ മലബാർ ഡിസ്റ്റിലറിക്ക് വെള്ളം കൊടുക്കുന്നില്ല അത്രേ. ജവാൻ എന്ന് പറയുന്ന മദ്യത്തിന് ഇപ്പോൾ വെള്ളം കൊടുക്കുന്നില്ല, വെള്ളമില്ലെന്നാ പറയുന്നത്. അവർക്ക് എന്തുകൊണ്ട് നിങ്ങൾ വെള്ളം കൊടുക്കുന്നില്ല? മുഖ്യമന്ത്രിയുടെ മറുപടി കേൾക്കാം. ജവാൻ ഉൽപ്പാദിപ്പിക്കുന്ന മലബാർ ഡിസ്റ്റിലറിക്ക് വെള്ളം കൊടുക്കാൻ ജലസേചന വകുപ്പിന് കഴിയുന്നില്ല എന്ന ആരോപണം തെറ്റാണ്. ജവാൻ ഉൽപ്പാദിപ്പിക്കുന്നത് തിരുവല്ല ട്രാവൻകൂർ ഷുഗേഴ്സിലാണ്. ഇവിടെ ജലദൗർലഭ്യം കൊണ്ട് ഒരു പ്രശ്നവും നിലവിലില്ല. ENA-യുടെ ലഭ്യതക്കുറവ് മൂലമാണ് കുറച്ചുകാലം മുൻപ് ജവാൻ നിർമ്മാണത്തിന് തടസ്സം നേരിട്ടത്. ജവാൻ നിർമ്മിക്കുന്നത് എവിടെയാണെന്ന് ചെന്നിത്തലാജിക്ക് അറിയില്ല. സ്പിരിറ്റ് കിട്ടാനില്ലാത്തത് കൊണ്ടാണ് ഇടയ്ക്ക് നിർമ്മാണം മുടങ്ങിയതെന്നും അറിയില്ല. ഒന്നിന്റെയും വസ്തുത അന്വേഷിക്കാൻ മെനക്കെടാതെ ഓരോന്ന് തട്ടിവിടുകയാണ്. ഇത്ര നിരുത്തരവാദപരമായിട്ടാണോ അഴിമതി ആരോപണം ഉന്നയിക്കേണ്ടത്? ചെന്നിത്തലാജി പറഞ്ഞത് മുക്കാലെ മുണ്ടാണിയും അസംബന്ധങ്ങൾ. സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന ഒരു വാദവുമില്ല, വെളിപ്പെടുത്തലുമില്ല. നായനാർ സർക്കാരിന്റെ മദ്യനയം തിരുത്തിയെന്ന പ്രധാന ആരോപണം തുടക്കത്തിലേ ചീറ്റി. കേരളത്തിൽ നിലവിൽ എത്ര മദ്യനിർമ്മാണശാലകൾ ഉണ്ടെന്നോ ആരാണ് അവയ്ക്ക് അനുമതി നൽകിയതെന്നോ അതിന്റെ നടപടിക്രമങ്ങൾ എന്തെന്നോ
ഒരു ഗ്രഹപാഠവും ചെയ്യാതെയാണ് ചെന്നിത്തലാജി അഴിമതി ആരോപണവുമായി സഭയിലെത്തിയത്. സ്വാഭാവികമായും വസ്തുത പുറത്തു വരുമ്പോൾ കള്ളം 8 നിലയിൽ പൊട്ടും. രമേശ് ചെന്നിത്തലയുടെ ബ്രൂവറി ആരോപണം പക്ഷേ 14 നിലയിലാണ് പൊട്ടിയത്.